നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജേഷ്. രാജേഷേ, നമ്മുടെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അവിടെ ചെങ്കോട്ടയിൽ അദ്ദേഹം ഒരു വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ട്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം നിരവധി പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടുന്ന വലിയ ബൃഹത് പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നമുക്ക് രാജ്യത്തിനോട് നടത്തിയിരിക്കുന്ന, അതായത് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൽകിയിരിക്കുന്ന ഈ പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഈ ഏതൊക്കെ അപകടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? പ്രസിഡന്റ്, നമ്മുടെ രാജ്യം 2047 നേരത്തെ തന്നെ BJP സർക്കാരും നരേന്ദ്രമോദിയൊക്കെ പറഞ്ഞതാണ് 2047 നമ്മൾ നമ്പർ 1 ആകും. ഇപ്പോൾ നമ്മൾ 5 ദുർബല രാജ്യങ്ങളിൽ ഒന്നായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ നമ്പർ 1 ലോകശക്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിക്ക് സപ്തധാര, അതായത് അതാണ് പുതിയ അദ്ദേഹത്തിൻ്റെ വിഷയം. ശക്തിയുടെ 7 ധാരകൾ, 7 തരം ശക്തി: കൃഷി, വാണിജ്യം, കയറ്റുമതി, അങ്ങനെ പ്രതിരോധം, പിന്നെ യുവശക്തി അടക്കമുള്ള യുവാക്കളടക്കമുള്ള 7 ശക്തികളെ ഉത്തേജിപ്പിച്ച് രാജ്യത്തെ ലോക വിപണിയിലേക്ക് ഇങ്ങനെ എടുത്ത് ഉയർത്തി കാട്ടുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ആ പദ്ധതിയുടെ ലക്ഷ്യം. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പോൾ യുവാക്കൾക്ക് നമുക്കറിയാം, ജൻസി കലാപമൊക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യുവാക്കൾക്കൊരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പോൾ യുവാക്കൾക്ക് ഒരുപാട് പദ്ധതികളും അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ട്. അത് പതിവ് പ്രഖ്യാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വലിയൊരു ഈ അപകടത്തെക്കുറിച്ച് പ്രശാന്തി പറഞ്ഞല്ലോ, ദിമാഗി നക്സൽസ്. അതായത് നമ്മൾ 2014 മുതൽ നക്സലുകളുടെ പേരർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം നക്സലുകളുടെ പേരർത്ത് കഴിഞ്ഞു. നക്സലുകളിലെ സായുധ വിഭാഗത്തെ പൂർണ്ണമായിട്ടും അതിനെ നിഷ്കാസനം ചെയ്തു. ഈ ദിമാഗി നക്സൽ എന്ന് പറയുമ്പോൾ ബുദ്ധിജീവി നക്സലുകൾ അവരിപ്പോഴും ഉണ്ട്. അവർ അർബൻ നക്സൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ അർബൻ നക്സൽ എന്ന് പറയും. ഇവർ കൊണ്ടുനടക്കുന്ന മൊത്തം ഈ മാവോയിസ്റ്റ് ചിന്തകളാണ്. ഞാൻ പറയുന്നതല്ല, പ്രധാനമന്ത്രി പറയുന്നതാണ്. അദ്ദേഹത്തിന് വെറും വായിൽ വിളിച്ച് പറയില്ലല്ലോ. ഇല്ല, ഈ മാവോയിസ്റ്റ് ചിന്തകൾ കൊണ്ടുനടക്കുന്ന ചില ദിമാഗി നക്സൽസ്. ഈ ദിമാഗി നക്സൽസ് ഇവര് എവിടെ ഉണ്ടാകും? എല്ലായിടത്തും ഉണ്ട്. ഇവരൊരു കുറിച്ചാണ് ഈ മുന്നറിയിപ്പ്. ബ്യൂറോക്രസിയിലുണ്ട്, സന്നദ്ധ സംഘടനകളിലുണ്ട്, സർക്കാർ തല കമ്മിറ്റികളിലുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിലുണ്ട്, പൊതുജനങ്ങൾ കൂടുന്ന ആ ജാഗരണ സമിതികളിലുണ്ട്, അസോസിയേഷനിലുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഇതിൽ ഒന്നെങ്കിൽ ഒന്ന്, മരുന്നിനെങ്കിലും ഒരെണ്ണം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവർ കൊണ്ടു കിടക്കുന്നതൊക്കെ മാവോയിസ്റ്റ് ചിന്താഗതികളാണ്. നമ്മുടെ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനമായാലും NGO സംഘടനയായാലും സ്ഥാപനങ്ങളായാലും ഇവരുടെയൊക്കെ നയങ്ങൾ, പിന്നെ പദ്ധതികൾ, അടുത്ത നീക്കങ്ങൾ, ഇതിലൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇവരിപ്പോഴും ഒരു കയ്യിൽ വെച്ചിട്ടുണ്ട്. കാരണം ഒരു അപ്പർ ഹാൻഡ് പോലെ അവർക്ക് ഇവരുടെ ഒരു കൈകടത്തൽ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിനെ മാക്സിമം വളച്ചെടുക്കുന്നുണ്ട്. നമ്മൾ യുവശക്തി, ഇപ്പം നമ്മൾ CJPയുടെ സമരം കണ്ടല്ലോ, അത് നമുക്ക് അവസാനം വിവരം കിട്ടി. ഫണ്ട് ഇറക്കിയതുമൊക്കെ ആരാണ്? NGOകളാണ്, അല്ലെ? NGOകൾ അടക്കം 2 സംഘടനകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേർവഴിക്ക് പോകേണ്ട യുവത്വത്തെ, യുവജനതയെ വഴിതിരിച്ചു വിടുകയാണ്, വളച്ചു വിടുമ്പോഴത്തേക്കും പ്രധാനമന്ത്രി അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഈ ദിമാഗി നക്സലുകളെ വേരെറുക്കണം, അവരെ കണ്ടെത്തണം, തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം. അദ്ദേഹം പറയുന്നത് അവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കണം, അവരെ ഐസൊലേറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവർ ഒറ്റപ്പെടുത്തി നിർത്തണം, ഐഡന്റിഫൈ ചെയ്യണം. ആദ്യം ഐഡന്റിഫൈ ആൻഡ് ഐസൊലേറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അവരെ അടുപ്പിക്കരുത്, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തണം. അതെ, സമൂഹത്തിന്റെ ഒരു വിലക്ക് അവർക്ക് ഏർപ്പെടുത്തണം. കാരണം അവരിപ്പോഴും മാവോയിസ്റ്റ് ചിന്താഗതി കൊണ്ടുനടക്കുന്നവരാണ്. ഇത്തരം മാവോയിസ്റ്റ് ചിന്താഗതി കൊണ്ടുനടക്കുന്നവരെ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ യുവാക്കൾ, കാരണം യുവാക്കൾ എന്ത് പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥയിൽ പ്രായം അങ്ങനെയാണ്, ഈ 2026 കഴിയുമ്പോഴുള്ള ഈ തലമുറ, ഇപ്പോൾ മൂത്ത് പാകമായി വരുന്ന ഈ തലമുറ, അവരൊരു ജെൻസി കലാപത്തിൻ്റെയൊക്കെ ഒരു ആവേശത്തിലൊക്കെ നിൽക്കുകയാണ്.
അപ്പോൾ അവരെ ഇനി ഇതേപോലെ ഒരു വിധ്വംസക പ്രവർത്തനങ്ങൾക്കും വശംവദരാകാൻ പാടില്ല. പിന്നെ യുവ സംരംഭകർ, അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം പരമാവധി പ്രചാരം കൊടുക്കാനുള്ള പദ്ധതി തങ്ങൾക്കുണ്ടെന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രഖ്യാപിച്ചു. ഏതാണ്ട് 1 കോടി യുവാക്കൾക്ക് ഈ നിർമ്മിത ബുദ്ധി, കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിൽ പരിശീലനം കൊടുക്കും. അതിൽ വിവിധ പദ്ധതികൾ അവർക്ക് യുവാക്കൾക്കാണ്, 1 കോടി യുവാക്കൾക്കാണ് എന്ന് അദ്ദേഹം അടുത്ത പറയുന്നത്. രാജ്യത്ത് ഇപ്പോൾ മത്സര പരീക്ഷകൾ ഒരുപാടുണ്ട്. നീറ്റ് ക്രമീകരണ പശ്ചാത്തലത്തിൽ ചോർന്നത് മാത്രമല്ല, ഒരുപാട് കുട്ടികളെല്ലാം ഈ മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നുണ്ട്, കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഈ കോച്ചിങ് ക്ലാസ്സിൽ പോയിട്ട് ചില കോച്ചിങ് ക്ലാസ്സുകൾ നന്നായിരിക്കാം, ചിലത് വളരെ മോശമായിരിക്കാം. ചില വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്ന കുട്ടികളാകാം, അവർ ചെന്ന് പെടുന്ന ഈ മോശം ക്ലാസ്സിലാകും. ചില വിദ്യാർത്ഥികൾ ഒട്ടും പഠിക്കില്ല, നല്ല ക്ലാസ്സിലാകും. അപ്പോൾ എല്ലാത്തിനും ഒരു അസമത്വമുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കെല്ലാം വേണ്ടി രാജ്യത്തെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി രാജ്യത്ത് മൊത്തത്തിലൊരു സൗജന്യ കോച്ചിങ് ക്ലാസ്, അതും ഒരു വലിയ ഒരു ഓൺലൈൻ കോച്ചിങ് ക്ലാസ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാഷണൽ പോർട്ടൽ, നമ്മുടെ NICയുടെയോ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷ അടക്കമുള്ള ഒരു സ്വതന്ത്ര ഏജൻസിയാകും. സ്വതന്ത്ര ഏജൻസി ആകില്ല, പ്രൈവറ്റ് ഏജൻസി ആകില്ല, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏജൻസിയാകും. അവർ ഒരു ഓൺലൈൻ കോച്ചിങ് ക്ലാസ് നടത്തും. അതിൽ വിദ്യാർത്ഥികൾക്ക് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഇത് നടക്കും. അതെ, നിങ്ങൾ വേണമെങ്കിൽ പ്രൈവറ്റ് പോയിക്കോ, നിങ്ങൾ വേറെ കോച്ചിങ് ക്ലാസ്സുകൾക്ക് പോയിക്കോ, പണമുള്ളവർ പോയിക്കോ. പക്ഷെ പണമില്ലാത്ത കോച്ചിങ് ക്ലാസ്സുകൾക്ക് ആശ്രയിക്കുമ്പോൾ 50,000 1 ലക്ഷം ഒക്കെ ഫീസ് കൊടുത്ത് ഈ എഞ്ചിനീയറിംഗിനും ഒക്കെ അല്ലെങ്കിൽ മറ്റു പല 1 ലക്ഷം ഒന്നും അല്ല കേട്ടോ. അവിടെ കയറണമെങ്കിൽ 3 ലക്ഷം രൂപ അഡ്മിഷന് കൊടുക്കണം. കോച്ചിങ് ക്ലാസ്സിന് പോലും ഒന്ന് വെയിറ്റ് ചെയ്യണം. ചില കുട്ടികൾക്ക് കോച്ചിങ് ക്ലാസ്സിൽ അല്ല, എല്ലാവർക്കും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവര് അവിടെ ഒരു എൻട്രൻസ് നടത്തിയിട്ടേ എടുക്കുള്ളൂ. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ഈ ഡിമാൻഡ് കൂടുമ്പോൾ കുട്ടികൾ ബാക്കിലോട്ട് പോകും, പിന്തള്ളപ്പെടും. അവിടെ ഈ മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലന കോഴ്സിൽ നിന്ന് അവർ പിന്തള്ളപ്പെടും. അപ്പോൾ അവരുടെ മാനസിക നില ഒരുപാട് ബാധിക്കും. അപ്പം ചില കുട്ടികൾക്ക് ഡോക്ടറാണെന്ന് ആഗ്രഹമുണ്ട്, ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ വലിയ ബുദ്ധി ഉണ്ടാകില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. ആഗ്രഹമാണല്ലോ നമ്മൾ നയിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ പഠിക്കാനുള്ള ത്വര അവർക്ക് ആ ഒരു സ്കിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർക്കൊരു ഫ്രീ ആയിട്ട് ഒരു ഓൺലൈൻ, അതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മുടെ MSMEകൾ ഒരുപാട് ചെറുപ്പക്കാർ, മീഡിയം സ്മോൾ സ്കെയിൽ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഈ സംരംഭങ്ങൾ. അപ്പോൾ ഇന്ത്യ 40ഓളം രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ഈ ടാക്സിലൊക്കെ വളരെയധികം സൗജന്യം ലഭിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പരമാവധി ഈ FTAകൾ, സ്വതന്ത്ര വ്യാപാര കരാറുകൾ, ഈ MSMEകൾ പരമാവധി വിനിയോഗിക്കണം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിദേശ നിക്ഷേപം വരുമെന്നാണ്. പിന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഈ FTA വഴി പരമാവധി ലോക രാജ്യങ്ങളിലേക്ക്, 40 രാജ്യങ്ങളിലേക്കുണ്ട്, ഈ പരമാവധി രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുക. നമ്മുടെ ഉൽപ്പന്നങ്ങൾ, അതായത് പരമാവധി ഇപ്പൊ ഇന്ത്യയിലൊരു സംരംഭം, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ, ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലായാലും അല്ലെങ്കിൽ മറ്റേ ഫുഡ് ആൻഡ് ഇതായാലും അഗ്രികൾച്ചറിലായാലും എന്തായാലും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റായാലും, അത് വിദേശത്തേക്ക് വിപണിയിലേക്ക് എത്തിച്ച് ഇതിന് പേരെടുക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും ഇപ്പോൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഈ കരാർ പരമാവധി വിനിയോഗിക്കാൻ അവസരങ്ങൾ, ഈ FTA കരാർ, സ്വതന്ത്ര വ്യാപാര കരാറുകൾ പരമാവധി MSMEകൾ വിനിയോഗിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഏറ്റവും വലിയ സംഭവം, ഒരു സിവിൽ ഡിഫൻസ് ഫോഴ്സ് രാജ്യത്തെ തീർച്ചയായിട്ടും വേണ്ടതാണ്. അതെ, അതായത് എന്ത് തരത്തിലുള്ള നമ്മുടെ പൗരന്മാർക്കൊരു പ്രതിരോധ സജ്ജമായ ഒരു യുവസേന. യുവാക്കളെ അങ്ങനെ ഇനി വെറുതെ വിടാൻ പറ്റില്ല. അവർ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ മറ്റേ അതിലൊന്നും കളിക്കണ്ട. ഇവരെ ഒരു സിവിൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാക്കി റീലൊക്കെ ഇട്ടോട്ടെ, അതെ, പക്ഷെ അതിനപ്പുറത്തേക്ക് ജീവിതത്തെ ഗൗരവമായിട്ട് സമീപിക്കും. ഇവർക്ക് മതിയായ പരിശീലനം കൊടുത്ത് ഇവർക്ക് അതിനുള്ള പരിശീലനം. അല്ല, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള മനസ്സിൽ നിന്നുമേ ആരോഗ്യമുള്ള ചിന്തകളും ആരോഗ്യമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ശരീരത്തിന് ശേഷി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർക്ക് പരമാവധി ഈ വികസിത ഭാരതമായിട്ട് 2047 മാറണം. അപ്പോൾ ഒരു സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ യൂത്ത് ഡിഫൻസ് തന്നെയാണത്. അല്ല, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യം നീണ്ടകാലത്തേക്ക് നിലനിൽക്കുകയും അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. സൈനിക പരിശീലനത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. അല്ല, ഞാൻ സിവിൽ ഡിഫൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ സൈനിക പരിശീലനം മാത്രമല്ല, ഇപ്പോൾ പെട്ടെന്നൊരു അത്യാഹിതം ഉണ്ടാകുന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നു. അവിടെ വളരെ പെട്ടെന്ന് ഈ സന്നദ്ധ പ്രവർത്തനം നടത്താൻ, രക്ഷാപ്രവർത്തനം നടത്താനുള്ള പരിശീലനം
നമ്മുടെ ജനങ്ങൾക്ക് കിട്ടിയാൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സ്വയം രക്ഷിക്കാനും മറ്റുള്ളവരെ രക്ഷിക്കാനും പറ്റും. അട്രോസിറ്റീസ് വളരെ യുവജനതയാണ്. അതായത് ഒരു ഉരുൾപൊട്ടലോ ഒരു പേമാരിയോ വെള്ളപ്പൊക്കം വന്നാൽ പെട്ടിയും കിടക്കരുത്, ഓടരുത്. അതെ, അതിനെ എങ്ങനെ ആ വെല്ലുവിളിയെ നേരിട്ട് തന്റെ നാട്ടിലുള്ളവരെയൊക്കെ പരമാവധി രക്ഷിക്കേണ്ടത് ഇവരാകണം. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു വരുമ്പോഴേക്കും അവർ ഈ ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് പെട്ടെന്ന് സഹായം എത്താൻ ബുദ്ധിമുട്ടായിരിക്കും, സർക്കാർ സംവിധാനങ്ങൾ എത്താൻ പാടായിരിക്കും. അതിനു മുമ്പ് തന്നെ ഇവർ ആക്റ്റീവ് ആയാൽ ഒരു 70-80% കാഷ്വാലിറ്റി കുറയ്ക്കാൻ പറ്റും. വളരെ നല്ല, അത് രാജ്യവ്യാപകമായിട്ട് വളരെ നല്ല നീക്കം. അതെ, വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ബോണസ് മാർക്ക് കാണും. നമ്മുടെ SPC പോലെ NCC പോലെ. അല്ല, ഈ NCCയിലൊക്കെ ഈ സിവിൽ ഡിഫൻസ് ഉണ്ട്. നമുക്കത് ഒരു പേപ്പർ പഠിക്കാൻ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ പിന്നെ NCCയിൽ നമ്മൾ കോളേജിൽ എത്തുമ്പോൾ BC സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് A സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ BC സർട്ടിഫിക്കറ്റുകളിൽ സിവിൽ ഡിഫൻസിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കാൻ തന്നെ ഉണ്ട് നമുക്ക്. കാരണം അവർ ഈ NCCക്കാർക്ക് ലഭിക്കുന്ന പരിശീലനം, അത് ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും, അവർക്ക് ലഭിക്കുന്ന പരിശീലനം അതെങ്ങനെ നമുക്ക് ഈ ജനകീയ പ്രശ്നങ്ങളിൽ, ഇത്തരം ബുദ്ധിമുട്ടുകൾ, പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അത് മാത്രമല്ല, ഉദാഹരണത്തിന് ട്രാഫിക് കൺട്രോൾ, അതും ഈ സിവിൽ ഡിഫൻസിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പം നമുക്ക് NCCയിൽ പോകുന്ന ആൾക്കാർക്ക്, SPCയിൽ പോകുന്ന ആൾക്കാർക്ക് ഒക്കെ ഈ ട്രാഫിക് കൺട്രോളിനെ കുറിച്ചുള്ള പ്രാഥമിക ക്ലാസ്സുകളൊക്കെ കിട്ടുകയാണ്, പരിശീലനം കിട്ടുകയാണ്. ഇതൊക്കെ വലിയ ഗുണം ചെയ്യുന്നതാണ്. അത് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാൽവയ്പാണ്. പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ എല്ലാം, എനിക്ക് മിക്കവാറും അത് നമ്മുടെ PM-ശ്രീ പദ്ധതിയുടെ കീഴിൽ സ്കൂളുകളുടെ പാഠ്യ സിലബസായി മാറും, സിലബസായിട്ട് വരാൻ സാധ്യത, വിഷയമായി മാറും. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം പ്രധാനമന്ത്രി പഠിക്കേണ്ടി വരും, പരിശീലനം നേടേണ്ടി വരും. നല്ലത് തന്നെയാണ്, തീർച്ചയായും. അല്ലാതെ അവരുടെ ഡിസിപ്ലിൻ, അച്ചടക്കം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഒരിക്കലും ഈ NCCയിലോ SPCയിലോ ഒക്കെ പോകുന്ന കുട്ടികൾ ആരും ഈ അച്ചടക്കമില്ലാത്തവരായി മാറില്ല. അത്തരം കുട്ടികൾ ഈ മയക്കുമരുന്ന് കൂട്ടുകെട്ടിൽ ചെന്ന് പെടുക, ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുക, അതൊക്കെ വളരെ കുറവായിരിക്കും. അടുത്തത് അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഇത്രയുമായി നമ്മുടെ പിന്നെ ഊർജ്ജ മേഖല. നമുക്ക് ഒരുപാട് ഊർജ്ജം ആവശ്യമുണ്ട് ഭാരതത്തിന്. അപ്പോൾ ഊർജ്ജം അത്യാവശ്യമാണ്. അത് സൗരോർജ്ജമായാലും മറ്റു തരത്തിലായാലും ആണവോർജ്ജമായാലും ഒക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. നമ്മളിപ്പോൾ 2-3 റിയാക്ടറുകൾ, ആണവ റിയാക്ടറുകൾ പ്രവർത്തന സജ്ജമാക്കി പ്രവർത്തിച്ചു തുടങ്ങി. 2047 ലക്ഷ്യമിടുന്നത് 100 ജിഗാവാട്ട് വൈദ്യുതി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു 5-6 ആണവ റിയാക്ടറുകൾ ഇപ്പോൾ ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കും. രാജ്യത്തിന്റെ പല ഭാഗത്തുമായിട്ട് സജ്ജമാക്കും. നമ്മൾ പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ ഇനി മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. നമ്മുടെ വികസിത സ്വാശ്രയ, പ്രത്യേകിച്ചും ഈ ക്രൂഡ് ഓയിലിന് നമ്മൾ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുകയാണ് പുറത്ത്. നമ്മൾ വികസിതമായി സ്വാശ്രയ പദ്ധതിയാണ് ഇപ്പം നമ്മൾ ഇന്ത്യ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചിട്ട് എല്ലാം നമ്മളെ സെൽഫ് ഇൻഡിപെൻഡൻറ്റ്, നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ സ്വയം പര്യാപ്തത നേടണം, ഉണ്ടാക്കിയെടുക്കുന്ന ആ രീതിയിലേക്ക് മാറിയാൽ മാത്രമേ, രാജ്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളാണ്, ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ തനതായിട്ടുള്ള ഉൽപ്പാദന ഒരു സംവിധാനവും. അത് ശരിയാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവർ അത് ചെയ്യട്ടെ, സോളാർ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവർ അത് ചെയ്യട്ടെ. അതുപോലെ നമ്മൾ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതിനെ കുറിച്ചും കേരളത്തില് 40-ലധികം നദികൾ, 44 നദികൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എത്ര ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകൾ ഉണ്ടാക്കാം. നമ്മൾ പണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഏജൻസിയെ രൂപീകരിച്ചു. ആ സർക്കാർ 96-ലെ നയനാർ സർക്കാർ. അവർ ഒരു പഠനം നടത്തിയിട്ട് നിരവധി ചെറുതും വലുതുമായ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തു സർക്കാരിന്. പക്ഷേ അതിൽ ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, പക്ഷേ ഭൂരിഭാഗവും നമ്മൾ വേണ്ടെന്ന് വെച്ചു. കാരണം ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ വലിയ തോതിൽ വരും, പരിസ്ഥിതി സമരങ്ങൾ ഉണ്ടാകും എന്ന് ഭയന്നിട്ട് സർക്കാർ അതിലേക്ക് പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുകിട പദ്ധതികൾ നമുക്ക് ധാരാളം, ചെറിയ ചെറിയ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ, ഒരു കൊച്ചു സ്ഥലത്തേക്ക്, ഒരു ജില്ലയിലേക്കെങ്കിലും വേണ്ടുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. അത്തരം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് ഇതാണ്. പ്രത്യേകിച്ചും അദ്ദേഹം അതിൽ ഏറ്റവും, നമ്മൾ ഇത്രയും വികസനോന്മുഖമായ പദ്ധതികൾ പറഞ്ഞെങ്കിലും ഈ ദിമാഗി നക്സലുകളെ സൂക്ഷിക്കണമെന്നുള്ളൊരു വാക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അതൊരു വലിയ മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കേന്ദ്രം ഇവർക്കെതിരെ ശക്തമായ നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവരെ, നമ്മുടെ സായുധ നക്സലുകളെ ആക്രമിച്ച് കീഴടക്കിയതുപോലെ പറ്റില്ല. അല്ല, ആയുധം കൊണ്ടല്ല. ഇവരുടെ ആയുധം എന്ന് പറയുന്നത് പേനയും സോഷ്യൽ മീഡിയയും ഒക്കെയാണ്. ഇവർ
ഈ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് അവരുടെ യുദ്ധം. ക്യാപ്സ്യൂളുകൾ, അതെ ക്യാപ്സ്യൂളുകൾ, സോഷ്യൽ മീഡിയയിലെ കാർഡുകൾ, പോസ്റ്ററുകൾ, അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഈ മാവോയിസ്റ്റ് മൈൻഡ് അവരുടെ ഈ ഇന്റലക്ച്വൽ തിങ്കിങ്, ഒരു ബൗദ്ധിക ചിന്ത, അത് വലിയ, കാരണം ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും ഒക്കെയുള്ള ശ്രമം നടക്കും ഇതിനകത്ത്. അത് വലിയ തോതിൽ അപകടം ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ നമ്മളൊരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ, സത്യം ചെരുപ്പിടുമ്പോഴത്തേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും. ആ ഫോൾസ് പ്രൊപ്പഗൻഡ, ഗീബൽസിന്റെ തന്ത്രം, അത് തീർച്ചയായിട്ടും അത് ഈ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് സ്വഭാവമുള്ള സംഘടനകളെല്ലാം, അതിപ്പോൾ ഈ ജിഹാദി സംഘടനകളും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായി. കമ്മ്യൂണിറ്റിക്കകത്ത് പ്രേരിപ്പിച്ചാലും മതിയാവും. അതുകൊണ്ട് വളരെ അങ്ങനത്തെ എത്ര ഫാൾസ് പ്രൊപ്പഗൻഡ നമ്മൾ കണ്ടു, സ്ലീപ്പർ സെല്ലുകൾ പോലെ. അതെ. ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം 5 കൊല്ലം മുമ്പ് നടന്ന CAA വിരുദ്ധ സമരമാണ്. എന്തൊക്കെ വ്യാജ പ്രചാരണങ്ങളാണ് അതിൽ അരങ്ങേറിയത്. അതെ, ഇപ്പൊ സെൻസസിനെതിരെ, ജാതി സെൻസസിനെതിരെ ഒക്കെ, ജാതി സെൻസസ് വേണമെന്ന് നിലവിളിച്ചിരുന്നവരൊക്കെ ഇപ്പം പറയുന്നത് ജാതി സെൻസസ് വേണ്ട എന്നാണ്. ഒരാൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലെ എല്ലാം ഈ പാർലമെന്ററി പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട അധികാരം, പവർ. എൻ്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, എൻ്റെ വീട്ടിൽ എത്ര ബെഡ്റൂം ഉണ്ട്, എൻ്റെ വീട്ടിൽ എത്ര ഫാനുണ്ട്, ഇതൊക്കെ എന്തിനാണ് സെൻസസ് അറിയുന്നവർ ചോദിക്കുന്നത്? ഇത് സ്ഥിതി വിവര കണക്കുകളാണ്. ഇതനുസരിച്ച് വേണം നമ്മുടെ പെർ ക്യാപിറ്റ അടക്കമുള്ള കണക്ക്, നമ്മുടെ ആസ്തിയും ഒരു കുടുംബത്തിന്റെ ആസ്തി. അല്ല, വീട്ടിലെ ഗൃഹോപകരണങ്ങളെ കുറിച്ച് വരെയുള്ള കണക്കെടുത്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ അസറ്റ് എത്ര, വ്യക്തിയുടെ കടം എത്ര, ലോൺ എത്ര എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. ഇതിനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സാമ്പത്തിക ആസൂത്രണം നടപ്പാക്കേണ്ടത്. നമ്മുടെ ബജറ്റ് പോലും ഇതിനെ ആശ്രയിച്ച, ഈ വിവരങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത്ര പോലും. പക്ഷെ അത് ഇതിലും ഈ ദിമാഗി നക്സൽസ് ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, അവരെവിടെയും ഈ വിടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് അവരേതിലും കുറ്റമേ കണ്ടെത്തൂ. ശരിക്കും ഇങ്ങനെ അവരുടെ ലക്ഷ്യം രാജ്യത്തിന്റെ പുരോഗതിയല്ല, അധോഗതിയാണ്. കാരണം ഭാരതം ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിൽ അങ്ങേയറ്റത്തെ അസൂയ പൂണ്ട ആൾക്കാരാണ്. പ്രത്യേകിച്ചും വിദേശ ശക്തികളുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് രാജ്യത്തെ 10ഓ 15ഓ കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. ഇതിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൽ ഏതൊക്കെ പദ്ധതികൾ 2047 മുമ്പ് പിറവിയെടുക്കുമെന്നും ഏതൊക്കെ പദ്ധതികൾ 2047 ടൈമിന് മുമ്പ് വരാൻ പോകുന്ന ബജറ്റ് സംഭവ ബഹുലമായിരിക്കും എന്നർത്ഥം. പ്രധാനമന്ത്രി നൽകിയ, സാധാരണ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ നൽകുന്ന സൂചനകൾ അടുത്ത ബജറ്റിൽ പ്രതിഫലിക്കാറുണ്ട്. വളരെ നമുക്ക് ഈ പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ ഭാവി കരുപിടിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ആ യുവജനങ്ങളെ കരുത്തുറ്റവരാക്കി തീർക്കാൻ കഴിയുന്ന അനേകം പദ്ധതികളാണ് അണിയറയിൽ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പറയുന്നത്. നന്ദി.